ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് ഹിമ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മടി പിടിച്ച ദിവസത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. തട്ടിക്കൂട്ടായിട്ട് നമുക്ക് ചോറിന് കറികൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പക്ഷെ മടിയായതുകൊണ്ട് ഉണ്ടാക്കാത്തതല്ല കേട്ടോ. ഈ കിടക്കുന്ന സഹോദരി എഴുന്നേൽക്കുന്നതിന് മുമ്പ് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാട്ടോ, മോരുകറി. അപ്പോൾ ഞാൻ ഇന്ന് 2 ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അതുകൊണ്ടാണ് ഞാൻ 2 ടൈപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വേഗം തന്നെ മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. മുട്ട പൊരിക്കല്ല, ഇങ്ങനെ അപ്പമായിട്ട് എടുക്കാം. ഇതാ അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് പൊട്ടാതെ മറച്ചിടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. മറച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ആശയത്തെ എഴുന്നേറ്റിട്ടോ. നമുക്ക് പാപ്പ കഴിച്ചാ ഇതാ ഇപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് അതിൻ്റെ കൂടെ ഞാൻ തലേ ദിവസം വെച്ച് താറാവ് റോസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ 2 കഷ്ണം എടുത്തു. ആകെ 2-3 കഷ്ണം ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് താറാവ് എടുത്തു. പിന്നെ ഇതാ മോരുകറി ഒഴിച്ചു. പിന്നെ ചായൻ സോസേജ് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും മുട്ടയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഇന്നത്തെ ലഞ്ച് കുശാൽ. അപ്പം ഞങ്ങളുടെ ലഞ്ച് റെഡി. ലഞ്ച് പവ റെഡി. നല്ല ചൂട് ചോറാണ്. നല്ല ചൂട് ചോറ് ഞാൻ കഴിക്കുമ്പോൾ കൊടുക്കുമ്പോൾ നോക്കിക്കോ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. പാപ്പം വേണ്ട, ഞാൻ എന്തായാലും കഴിക്കട്ടെ. കൊച്ചിന് കൊടുക്കും, എങ്ങനെയും നിർബന്ധിച്ച് കൊടുക്കും. മുട്ടയും ആ മോരുകറിയും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ആണോ അല്ലേ? ഞാൻ ഞങ്ങൾ വേഗം ഇത് ഫിനിഷ് ചെയ്യാൻ നോക്കട്ടെ. സോസേജ് അച്ചാറും നല്ല കേട്ടോ. കുറച്ച് ചൊറുക്ക കൂടിപ്പോയി. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതിൻ്റെ അടുത്ത്. അത് ചിലപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത്. അത് ഒന്നുകൂടെ ഇരുന്ന് സെറ്റായി കഴിയുമ്പോൾ റെഡി ആവായിരിക്കും. ഇവൾക്കും കൊടുത്ത് ഞാനും കഴിക്കട്ടെ കേട്ടോ.